നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ളൊരു മാസ്ക് ഉണ്ട്. അതായത് ടിഷ്യൂ പേപ്പർ മാസ്ക്. നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും കൂടി ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. മഞ്ഞയുടെ ആവശ്യമില്ല. അപ്പം മഞ്ഞ മാറ്റിയതിന് ശേഷം വെള്ള മാത്രം നമ്മൾ എടുക്കുക. ഇനി അടുത്തതായിട്ട് കോഫി പൗഡറാണ്. ഞാനിവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെയും കുറച്ച് പോർഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള എടുത്തിരിക്കുന്ന ബൗളിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാക്കറ്റിൻ്റെ ഹാഫ് പോർഷനോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കോഫി പൗഡർ കുറച്ചധികം സമയം എടുത്ത് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം മുട്ടയുടെ വെള്ള ആയതുകൊണ്ട് ഇതൊന്ന് തമ്മിലൊന്ന് കോമ്പിനേഷൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അല്ലെങ്കിൽ കോഫി പൗഡർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. അങ്ങനെ കിടക്കാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഫൈനലി നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലേക്ക് പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകും ഫേസിലിരുന്ന്. അപ്പോൾ മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ഫേസിൻ്റെ എല്ലാ പോർഷനിലും ഈവനായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കേണ്ടത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ മാക്സിമം പറ്റുമെങ്കിൽ കട്ട് ചെയ്ത് നമ്മുടെ ഒരു ഫേസിൻ്റെ ഷേപ്പാക്കി വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ചെറിയ പീസാക്കി തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ എല്ലാ പോർഷനിലും മാക്സിമം കവർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കണം. അതിനുശേഷം ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ കൂടി നമ്മുടെ പാക്ക് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല, കുറച്ചധികം പണിയുണ്ട്. കാരണം ടിഷ്യൂ പേപ്പർ ഫേസിൽ ഒട്ടിയിരിക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ കൂടി എല്ലാ പോർഷനിലും നമ്മൾ ഒന്നും കൂടി കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം ജോലിയുണ്ട്. അപ്പോൾ സമയമുള്ള സമയത്ത് മാത്രം ഇത് ചെയ്യാനായിട്ട് നിൽക്കുക കേട്ടോ. പെട്ടെന്നൊക്കെ ഇത് ചെയ്ത് തീരാൻ പറ്റുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സമയമുള്ളപ്പോൾ ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഫസ്റ്റ് ലെയർ ടിഷ്യൂലെല്ലാം തന്നെ കറക്റ്റായിട്ട് ഒന്നുകൂടി മാസ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂക്കിൻ്റെ പോർഷനിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഏരിയയും അതുപോലെ തന്നെ ചുണ്ടിന് മുകളിലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒന്നും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നമ്മുടെ ഈ മാസ്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 2 ലെയറോളം ഞാൻ ഫേസിൽ ഇട്ടിട്ടുണ്ട്. ഒരു 3 ലെയറൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ 3 ലെയർ ഇടാൻ പറ്റുന്നവർ അത്രയും ഇടുക. അപ്പോൾ ഓരോ ലെയർ ഇടുമ്പോഴും നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ നമ്മളൊന്നും കൂടി മാസ്ക് ഇട്ടിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അത് കുറച്ച് ജോലിയാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എല്ലാ പോർഷനിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഡ്രൈ ആവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റൊക്കെ നിന്നപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഡ്രൈ ആയെന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡ്രൈ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിനി അത് റിമൂവ് ചെയ്യാം. ഓരോ ലെയേഴ്സായിട്ടാണ് ഞാനിത് റിമൂവ് ചെയ്ത് കൊടുക്കുന്നത്. ആ റിമൂവ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഫേസിൽ വന്നിട്ടുള്ള ചേഞ്ച് എനിക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഡെഡ് സ്കിൻ ഒന്നും കാണാനേ ഉണ്ടായിരുന്നില്ല. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ തന്നെ പെട്ടെന്ന് റിമൂവ് ആയി കിട്ടുന്നുണ്ട്. അതൊക്കെ തന്നെ ഈ ടിഷ്യൂ പേപ്പറിൽ തന്നെ ആയി അങ്ങ് പോവുകയാണ് ഫേസിൽ നിന്ന്.
അങ്ങനെ ഞാൻ എല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഡെഡ് സ്കിൻ ഒന്നും തന്നെ സ്കിന്നിലില്ല കേട്ടോ. ഭയങ്കരമായിട്ടുള്ളൊരു വണ്ടർ അടിക്കുന്ന റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.